നന്മകൾ സ്വീകരിക്കപ്പെടണമോ ഒന്നാമത്തെ നിബന്ധന ഈമാൻ ഉണ്ടാകുക. അതുകൊണ്ടാണ് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, അങ്ങേക്ക് മുൻപുള്ള നബിമാർക്കുമെല്ലാം വഹി നൽകപ്പെട്ട കാര്യമാണ്. ലൈൻ അശ്റക്ത, നിങ്ങൾ ശിർക്ക് ചെയ്താൽ, ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ ഉൾപ്പെട്ടു പോകുന്നതാണ്. ആരോടാണ് ഈ പറയുന്നത്? നബിമാരോടാണ് ഈ പറയുന്നത്. ചിന്തിച്ചു നോക്കൂ, നബിമാർ ഭൂമിയിൽ ഏറ്റവും അധികം സൽക്കർമ്മം ചെയ്തവരാണ്. അവരുടെ പക്കലാണ് ശിർക്ക് സംഭവിക്കുന്നത് എങ്കിൽ, അവരിൽ നിന്നാണ് ഈമാൻ ഇല്ലാതെയായി പോകുന്നത് എങ്കിൽ പോലും അള്ളാഹു അത് സ്വീകരിക്കുന്നതല്ല. ധാരാളക്കണക്കിന് നബിമാരുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം, അവരുടെ പേരുകൾ പറഞ്ഞതിന് ശേഷം സമാനമായ ആയത്ത് വിശുദ്ധ ഖുർആനിൽ വേറെയും കാണാം. അള്ളാഹു പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരെങ്ങാനും ശിർക്ക് ചെയ്തിരുന്നെങ്കിൽ അവർ പ്രവർത്തിച്ചിരുന്നതെല്ലാം നിഷ്ഫലമായി പോകുമായിരുന്നു. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, കുഫാറുകളെ കുറിച്ച്, ഈമാൻ സ്വീകരിക്കാത്ത ആളുകളെ കുറിച്ച് അല്ലാഹു പറയാൻ, വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി. അവരുടെ സൽക്കർമ്മങ്ങൾ, അവരുടെ സ്വതക്കകൾ, അവരുടെ ദാനധർമ്മങ്ങൾ, നോക്കൂ, പാവപ്പെട്ടവർക്ക് അവർ ഭക്ഷണം കൊടുത്തു എന്നത്, ദരിദ്രരെ അവർ സഹായിച്ചു എന്നത്, അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്ന് അവർ മറ്റുള്ളവർക്ക് സഹായം ചെയ്തു എന്നത്, മാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും, അവരുടെ ആ ദാനധർമ്മങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം, ഇല്ല അന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിനെയും റസൂലിനെയും നിഷേധിച്ചു എന്നതാണ്. നോക്കൂ, കുഫർ, അതുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായി പോയത്.